യാതൊരു കാരണവശാലും വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല. കാരണം ഹീ ഈസ് എ സെൽഫ് ഡിക്ലെയർഡ് മാൻ. ഒരാൾക്ക് സ്വയമേ എങ്ങനെ എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാൻ പറ്റും? സാർ അദ്ദേഹത്തിന്റെ ന്യൂനതകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേരളം എന്ന് പറഞ്ഞ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ എത്ര കാലം കൊണ്ട് താങ്കൾ ട്രൈ ചെയ്തു. അതിന് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഫലം കണ്ട ശേഷം ഈ വ്യക്തിയെ കുറിച്ചുള്ള ശരിക്കുള്ള എന്നുള്ളതിനെ കുറിച്ചുള്ള ശരിക്കുള്ള കാര്യങ്ങൾ താങ്കൾ ജനങ്ങളോട് പറയുകയും ചെയ്തു. ജനങ്ങൾക്കത് മനസ്സിലാക്കുകയും ചെയ്തു. മനസ്സിലാക്കാത്ത കാര്യങ്ങൾ കൂടി എല്ലാം 1-ാം തീയതി അദ്ദേഹം മംഗലാപുരത്ത് ഒരു ട്രിപ്പ് നടത്തി. ആദ്യം റിപ്പോർട്ട് ചെയ്ത് അയച്ചുവെച്ച ആളാണ്. പിന്നെ ഒരു ചാനലിലൂടെ DNA ന്യൂസും കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ. എന്തുകൊണ്ട് മറ്റ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തില്ല? അപ്പൊ ഇതിന്റെയൊക്കെ എന്താ പറയുക, ഇയാൾ PR വർക്കും എല്ലാ ചാനലുകാരെയും ഈ വിനു വി ജോണിനെ വരെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന ഇപ്പൊ ഇന്നത്തെ ഒരു പുതിയ പ്രത്യേകം സിനിമാ നടൻ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊക്കെ പെണ്ണ് കേസുള്ളതിനാ. ഇവനൊക്കെ നാണമില്ല ഇങ്ങനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിത്വമാണ്. ഇത് വി.ഡി. സതീശനെ ഉദ്ദേശിച്ചാണ് ഈ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കുന്നത്, കോൺഗ്രസിന് വോട്ട് ചെയ്ത്? ഒരിക്കലുമല്ല. താങ്കൾ അതായത് ഈ ഇലക്ഷന് മുമ്പേ രാഹുൽ മാങ്കുട്ടത്തിൽ 3 വീഡിയോ ഇട്ടിരുന്നു. അതാണ് അതിന്റെ പരമാവധി പ്രയോജനം ചെയ്തിരിക്കുന്നത്. താങ്കളുടെ ഒരൊറ്റ ചാനൽ മാത്രമാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവന്നതും ഈ ആളിനെ സപ്പോർട്ട് ചെയ്തും. രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിലായാലും ശരി, കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള കാര്യത്തിലാണെങ്കിൽ ശരി, എല്ലാവരും ഈ ദുർഭരണം അവസാനിപ്പിക്കാനുള്ള ആദ്യം മുതൽ പ്രയത്നിച്ചത് താങ്കളുടെ ചാനലാണ്. അതിൽ ഇന്നും ഞങ്ങളുടെ അഭിനന്ദനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ അതിശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്തൊരു വിഡിത്തമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫ് പ്രൊക്ലമിനേഷൻ, ഞാനാണ് മുഖ്യമന്ത്രി, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ റിസൈൻ ചെയ്ത് പോകുന്നേ. അങ്ങനെ ഒരൊറ്റ MLA ഉള്ളു. അങ്ങനെ ഒരു 10 MLA കൊണ്ടല്ലേ വരുന്നത്. അയാൾ റിസൈൻ ചെയ്ത് പോട്ടെ, അയാളെ വേണ്ട നമുക്ക്. ഒരു ശല്യം സ്വയം ഒഴിവായി എന്നുള്ള എന്താ പറഞ്ഞ ഉർവശിശാപം ഉപകാരമായി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവൂല്ലേ? അതെ, പറവൂരിൽ അയാൾ നിന്നില്ലെങ്കിൽ റിസൈൻ ചെയ്യട്ടെ. ആ സ്ഥാനത്തും രാഹുൽ മാങ്കുട്ടത്തിനെ നിർത്തി ജയിപ്പിച്ചെടുക്കണം. ഇയാളെ വേണ്ട നമുക്ക്. ഇയാള് 2ാം പിണറായിയാണ്. പിണറായിയുടെ അതേ പാത പിന്തുടരുന്ന വ്യക്തിയാണ്. ഇയാളുടെ മോട്ടീവ് ഓൺലി ടു ഏൺ മണി. 2000 കോടി രൂപ സമാഹരിക്കും. ഇയാള് ദുബായി പോയെന്നൊക്കെ താങ്കൾ പറഞ്ഞില്ലേ? എന്തിനാ ഇയാൾ പറഞ്ഞത്? ഒരു മനുഷ്യനെയും ബഹുമാനിക്കാതെ അഹങ്കാരം. എൻ്റെ മദറിലോ പറയുമായിരുന്നു, മോനെ അഹങ്കാരം മോഹം ധരിക്കും. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ദൈവം ഉണ്ടെന്ന് തെളിയിച്ച വേണുഗോപാൽ ആരെങ്കിലും ആയിക്കോട്ടെ, പോട്ടെ. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കുടെ കഴിവില്ല, അത് പുള്ളി ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹം ഒരു ടോപ്പ് ലീഡർ ആകാൻ ഒന്നുള്ളത് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ചാണക്യം പരിപാടികളും വെക്കും. പക്ഷേ താങ്കളെ എനിക്ക് അഭിനന്ദിച്ച് എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാനില്ല. കാരണം ഇദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രി ആകല്ലേ, ഇദ്ദേഹം തോക്കണേ എന്നുള്ളൊരു താങ്കൾ പ്രാർത്ഥിച്ച. പക്ഷെ എന്തുകൊണ്ട് ജയിച്ചു? പക്ഷെ ഇന്ന് എനിക്കൊരു സംഭവം, ഇന്നിപ്പോ 46 MLA വേണുഗോപാൽ ആയിക്കോട്ടെ, പ്രശ്നമില്ല. വേണുഗോപാല് സെൻട്രലുമായിട്ട് ടച്ചുള്ള. പക്ഷെ ഈ ഒരു വ്യക്തി ഈ മുഖ്യമന്ത്രി പദത്തിൽ വരരുതേന്ന് ഞാൻ ദൈവത്തിനോട് കിണഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന കേട്ടു എന്നെനിക്കിപ്പോൾ വിശ്വാസമാകുന്നു. ആ ഒരു സന്തോഷ വാർത്ത താങ്കളുടെ ഇത്രയും നാളത്തെ പ്രവർത്തനം അത് സഫലമാകാൻ പോകുന്നു. ഈ ഒരു ചാനൽ ഇല്ലായിരുന്നുവെങ്കിൽ ഹൂ ഈ സതീശ് എന്നുള്ളത് ജനങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാനൊരു റിപ്പോർട്ട്, നമ്മുടെ ഹരിയുടെ റിപ്പോർട്ട് കേട്ടു. അതായത് ഈ പുനർജനി കേസ് CBIക്ക് സമർപ്പിക്കാൻ. അത് ശരിയാണോ സാറേ? അത് കൊടുത്തിട്ട് അയാളെ തെറിപ്പിക്കണം. അയാൾ ഒരിക്കലും ഒരു MLA പോലും ആകാൻ പാടില്ല. അദ്ദേഹം ചെയ്തു കൂട്ടിയ അതിനെല്ലാം ദൈവ ശിക്ഷ എന്നോണം അദ്ദേഹത്തിന് ഈ ശിക്ഷ കിട്ടണം. ആ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അയാളുടെ അമ്മ അനുഭവിച്ച വേദന ഒരുപക്ഷെ താങ്കളുടെ ചാനൽ ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ ഇന്ന് അദ്ദേഹത്തിനെ വെറുത്ത് വേറൊരു വഴിയാക്കി മാറ്റിയാണ്. സത്യാവസ്ഥ എന്താണെന്ന് താങ്കളുടെ ചാനലിൽ കൂടി ജനം അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഇന്ന് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ പല പ്രാവശ്യം, എൻ്റെ വീട് തിരുവല്ല, ഞാൻ അടൂർ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വീട് വരെ ഒന്ന് പോയി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെ ഒരു 10 മിനിറ്റെങ്കിലും നിന്ന് ഞങ്ങളുടെ ഒരു പ്രതാപം അറിയിക്കാനായിട്ട് പറഞ്ഞു. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ കഴിവുള്ള ആ 3 വീഡിയോ ഇതെല്ലാം കണ്ടിട്ട് എല്ലാമാണ് PR വർക്ക് ചെയ്തിരിക്കുന്നത്. എന്ത് കാശായാലും ചിലവാക്കുന്നത്. ഇന്നലെ ഞാൻ പത്തനംതിട്ട പോയപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു, ഉയർത്ത മുഖ്യമന്ത്രി എന്ന്. എന്തൊരു അഹങ്കാരമാണ് ഇയാൾക്ക്. ഇയാൾ രാഹുൽ ഗാന്ധിയായിട്ട്, പിന്നെ ഞാൻ ഇന്നലെ ഒരു ചാനൽ, സുനിൽ മാത്യുവിന്റെ ഒരു ചാനലിൽ കണ്ടു, രാഹുൽ ഗാന്ധിയായിട്ട് പ്രശ്നമുണ്ടാക്കി അവിടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഷൗട്ട് ചെയ്ത് അയാളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനിയും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇലക്ഷനിൽ പങ്കെടുക്കത്തു. ഇലക്ഷന് മുമ്പ് നടന്നൊരു സംഭവം. കോൺഗ്രസിന്റെ ദളപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിന്റെ ദളപതി രാഹുൽ ഗാന്ധിയുടെ പെർമിഷൻ ഇല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷന് മുമ്പ് നടന്ന ഒരു കാര്യമാണ് സുനിൽ മാത്യു എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൂടെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് മുഖ്യം ആകില്ല? രാഹുൽ ഗാന്ധിയുടെ ചേംബറിൽ വെച്ച് രാഹുൽ ഗാന്ധിയായിട്ട് ഷൗട്ട് ചെയ്യേണ്ട അയാൾ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു ഞാൻ ഇലക്ഷന് മത്സരിക്കത്തില്ല. പിന്നെ അയാളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നു. അതായത് പിന്നെ എറണാകുളത്തെ കാൻഡിഡേറ്റ് മേരി വർഗീസ് ഏതാണ്ട് ഒരു കാൻഡിഡേറ്റ് ഉണ്ടല്ലോ, അയാളെ അവരെ കുറിച്ചുള്ള പ്രശ്നം വന്നിട്ട് അതില്ലാതാക്കിട്ട് അവസാനം അയാളുടെ കാൻഡിഡേറ്റിനെ നിർത്തി. എന്തോ ഒരു ഷിയാസ് അവനാണല്ലോ ഇത് തുടക്കമല്ല തുടങ്ങിയത്. ഈ കേരളത്തിൽ എറണാകുളത്തു നിന്നുള്ള ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ തുടക്കം കുറിച്ച അയാളാണല്ലോ. ഇതെല്ലാം നടത്തിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ, ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ ഹൈക്കമാൻഡിനെ വിരോധിച്ച് വെച്ചുകൊണ്ട് എങ്ങനെ സാർ മുന്നോട്ട് പോകാൻ പറ്റും സാറേ? ഈ ഏഷ്യനെറ്റ് പോലും ഇത്ര അതപ്പതിച്ചോ? കാരണം ഏഷ്യനെറ്റ് ഒക്കെ ഇവന് വേണ്ടി ഇന്നലെ ചെയ്ത ഓവർ ടൈം പണിയെടുപ്പ്. അതെ, ഞാൻ ബിനു വിജോണിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അയാൾ ഇതുവരെ പാർഷ്യലായിട്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അയാളും കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അയാളും കാശ് വാങ്ങിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം കണ്ടില്ലേ സിനിമ നടൻ സിദ്ദിഖ്, ഇവൻ എന്തോ ആവശ്യമാണ്? അല്ല, ഇവൻ എന്ത് വിലയുള്ളത്? ഈ പറയുന്ന ഈ വ്യഭിചാരി, ഈ പെണ്ണുപിടിയൻ കേസിന് ഒളിവിൽ പോയ ഇവനൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂ? ഇവനാണോ ഈ VD സതീശന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വരുന്നത്? നീ ഈ VD സതീശന്റെ കാശും മേടിച്ചോണ്ട് നീ പറ, നിന്റെ കാര്യം ആദ്യം പറ. നിന്റെ കാര്യം വീണ്ടും കുത്തിപ്പോക്കി കഴിഞ്ഞാൽ നീ അകത്ത് കിടക്കും, മനസ്സിലായോ? അത് നിന്റെ കാര്യം പറ. നീ ഒരു പെണ്ണു കേസിലെ പ്രതിയാ. ആ പ്രതിയാണോ നീ? നിനക്ക് പറയാൻ എന്തൊരു അധികാരമാണ്? ഇത് ജനാധിപത്യമുള്ള രാജ്യമാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ല നീയല്ല ഇന്നാള് മുഖ്യമന്ത്രിയാകണമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് കഴിവാണ് സാർ ഇവന് മുഖ്യമന്ത്രിയാകാനുള്ള? എന്ത് കഴിവാണ്? അല്ല, അവൻ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഒരു കാര്യം, അവന്റെ 25 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക്, രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് ഇവന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ഇവൻ ചെയ്തിട്ടുണ്ടോ? ഒരെണ്ണം. അതാണ് ഞാൻ ഈ ഫേസ്ബുക്കിനകത്ത് വരുമ്പോൾ എല്ലാം ഞാൻ ഒന്നാം തരം ഞാൻ ആദ്യം ഇവൻ എന്തോ ചെയ്യാൻ, എന്നിട്ട് ഇത്ര ഈ 25 കൊല്ലം ചെയ്യാത്തവൻ ഇവൻ ഇനി എന്താ ചെയ്യുന്ന അവന് പോകുന്നത്? ആകെയുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ലാംപി സ്കൂട്ടറിൽ നടന്ന ഇവന് അവരുടെ താരകപ്പെണ്ണിന്റെ ഭാഷ പറഞ്ഞാൽ കീറിയ നിക്കറുമായിട്ട് നടന്ന ഇന്ന് ഇവൻ ശതകോടീശ്വരനായി. ആ ഒരൊറ്റ എങ്ങനെയാലും ഈ ദുർഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ മതി കേട്ടോ. സതീശനായ പിണറായിയുടെ അപ്പനാ സതീശൻ കേട്ടോ. ഞാനൊരു ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ്. 55 വയസ്സായി. എവിടുന്നാ വിളിക്കുന്നേ? പാല കേട്ടോ. ഈ സതീശൻ വന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാ? സതീശൻ വന്നാൽ നമ്മുടെ നാട് പിണറായിയുടെ ചേട്ടനായിട്ട് വരും, അതിന് സംശയമൊന്നുമില്ല. രാഹുലിനൊക്കെ കോലം കെട്ടി കഥ അറിയാൻ മേലെ. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ തർക്കം നടക്കുകയാണല്ലോ. അതില് 1-2 കാര്യങ്ങൾ എന്റെ അഭിപ്രായമാണ്. ഈ VD സതീശൻ ഇപ്പം PR വർക്ക് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പാർട്ടിയും പുള്ളിയുടേതായ ലെവലില് PR വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തില് ഈ പാർട്ടിക്ക് 102 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചെന്ന് പറയുന്നത് ഈ VD സതീശന്റെ പ്രത്യേകമായ ഒരു ഗുണം കൊണ്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ ഉള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയുന്നത്, VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഉമാ തോമസ്, ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ മത്സരം നടന്നത്. ആ സമയത്ത് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാട്ടിലും കൂടിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ
ഈ പിണറായിയുടെ എതിരായിട്ടുള്ള ഈ അലയില് ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് ഇതിൽ കൂടുതൽ സീറ്റ് ലഭിക്കാമായിരുന്നു, ഒരു 110 സീറ്റ് വരെ വേണമെങ്കിൽ ലഭിക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കിയത് വി ഡി സതീശനാണ്. കാരണം ഈ MP-മാർ മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ പ്രപ്പോസ് ചെയ്തത് വി ഡി സതീശനാണ്. അപ്പം BJP-യുടെ 3 സീറ്റുകളും കേന്ദ്രമന്ത്രിമാർ അല്ല MP-മാർ മത്സരിക്കുകയായിരുന്നെങ്കിൽ അത് കോൺഗ്രസിന് ലഭിക്കേണ്ട സീറ്റുകളാണ്. അപ്പൊ ആ സ്ഥാനത്തും അദ്ദേഹം ഫെയിലാണ്. രണ്ടാമത് സുനിൽ സാറിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വേണുഗോപാൽ ഇതിനകത്ത് വരിക എന്ന് പറയുന്നത് എന്നോടുള്ള കാര്യം. കാരണം രണ്ടാമതൊരു ഇലക്ഷൻ നടക്കുമ്പോൾ അത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. മാത്രമല്ല MP-മാര് പൊതുവായിട്ടുള്ള തീരുമാനമാണ് MP-മാര് മത്സരിക്കേണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തെ നിർത്തുന്നത് ഒരു ശുദ്ധ മണ്ടത്തരമായി മാറും. ഈ 3 പേരിൽ, അതായത് 3 കാൻഡിഡേറ്റ്സിൽ ഭേദം എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം തന്നെ ആകണമെന്നല്ല പറഞ്ഞത്. ശരിയാ അതിനോട് ആ 3 പേരിൽ, അതായത് നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ 102 പേരിൽ നമുക്ക് വേറെ അഭിപ്രായമുള്ള പലരും ഉണ്ട്. പക്ഷേ ഈ നിലവിൽ ഈ പ്രപ്പോസലുള്ള ഈ 3 പേരിൽ തമ്മിൽ ഭേദം എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ ഏറ്റവും ഐഡിയലോ ഏറ്റവും മികച്ചതോ അല്ല നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും ഒരു അഭിപ്രായം പറഞ്ഞ ഒരു കാര്യമാണ്, രമേശ് ചെന്നിത്തലയും പല പ്രാവശ്യം നേരത്തെ തൊട്ട് പാരയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം പുള്ളിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതാ പറഞ്ഞ ഇവര് തമ്മിൽ, അല്ലെങ്കിൽ ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ എന്നും അടിപിടിയുമാവും. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൽ നിന്നില്ലാത്ത വേറൊരാൾ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്ക് ഇവര് രണ്ടുപേരും ഒഴിവാക്കി രമേശ് ചെന്നിത്തല ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വി ഡി സതീശനും ഇവരും തമ്മിൽ വേണുഗോപാൽ രമേശ് ചെന്നിത്തല ആയ കാരണം അദ്ദേഹം 26-ാമത്തെ വയസ്സിൽ MLA ആയി, 27-ാമത്തെ വയസ്സിൽ മന്ത്രിയായി. ഇത്രയും പഴയ ആളാണ്. പിന്നെ ഇച്ചിരി വർഗീയ കാര്യങ്ങളൊക്കെ ആൾക്കാർ പൊതുവിൽ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ വിജയ് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാത്ത ആള് മുഖ്യമന്ത്രിയാവുക. അപ്പൊ ഭരണം മുഖ്യമന്ത്രി ഒരാളെ ഒരു ഭരണപ്രദനായ ഒരു വ്യക്തി ആക്കിക്കൊണ്ട് നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതാണല്ലോ അത്യാവശ്യം. കേരളത്തിന് ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം അതെന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമായിരുന്നു. ഇപ്പം നമുക്ക് ഇന്നല്ലേ നാളെ കൊണ്ട് അറിയാം എന്താണ് ആയിരിക്കുമെന്ന്. പക്ഷെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് നീട്ടിക്കൊണ്ട് പോകുന്നിടത്തോളവേ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ പ്രതികരണം, ഫ്ലെക്സ് അത് ഇത് വി ഡി സതീശന്റെ ആക്കണമെന്ന് പറഞ്ഞ്, അതൊക്കെ അദ്ദേഹം PR വർക്ക് ചെയ്ത് ഉള്ള കാര്യങ്ങളാണ്. എല്ലാം ചാനലുകാരെയൊക്കെ പിടിച്ച് ഉള്ള ഇതാണ് അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ. ഇപ്പം പിണറായിക്ക് ഒരിക്കലും പ്രതിരോധിച്ചിട്ടില്ലാത്ത ആളാണ്. പിന്നെ ഈ ഒരു സഹോദരി പറഞ്ഞ പോലെ ഈ പിണറായി മുഖ്യമന്ത്രി വി ഡി സതീശനാവുകയാണെങ്കിൽ പിണറായിയുടെ ഒരു കേസും പൊങ്ങത്തില്ല, എല്ലാം അവിടെ തന്നെ കിടക്കും. ഈ രാജീവും ഇവരും എല്ലാം ഒരു കൈയാണ്. അപ്പം അതാണ് ജനം അറിയേണ്ട കാര്യം. ഇതാണ് ജനങ്ങള് നമ്മളൊരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുമ്പോൾ ഇത്തരം ജനം നിങ്ങൾ ഒരു ഭരണം മാറ്റി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാവരും, സ്ത്രീകളും പിള്ളേരും ആരോട് അഭിപ്രായം ചോദിച്ചാലും അവർ നേരത്തെ പറയുമായിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പറയായിരുന്നു, ഇത് കഴിഞ്ഞുള്ള അടി കാണാനേ നമുക്ക് പറ്റത്തില്ലാത്തത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നോണ്ടിരിക്കുക. അത് എത്രയും പെട്ടെന്ന് ഇവര് തീരുമാനമെടുത്ത് ഈ വി ഡി സതീശനെ മാറ്റി പുള്ളി ഓൾറെഡി പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഏൽക്കുകയല്ലെന്ന്. അവിടെ ഇരിക്കട്ടെ, നല്ലതല്ലേ? ഒരു ശല്യം തുടക്കത്തിൽ തന്നെ ഒഴിവാകുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ആകാശം ഒടിഞ്ഞു ഒഴിവോ? ഒന്നും ഉണ്ടാകത്തില്ല. ഒരു കന്നി ഒഴിവായി നല്ല സ്മൂത്ത് ആയിട്ട് ഭരണം പോകും എന്നുള്ളത് മാത്രം. അത് തന്നെ. അതെ. അല്ലെങ്കിൽ മുരളിയൊക്കെ ഉണ്ടല്ലോ, ആരെ വേണമെങ്കിലും കേന്ദ്രം ആക്കട്ടെ. പക്ഷെ ഈ രണ്ടുപേരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആരെയൊക്കെ? ഒന്ന് വി ഡി സതീശനും വേണുഗോപാലിന്റെ എന്ന് പറഞ്ഞാല് ഈ പ്രശ്നം എന്ന് പറയുന്നത് 2 ഇലക്ഷൻ വരും. അത് ജനങ്ങൾ ഇവന്മാർ തമ്മിലടിയും ബഹളമായിട്ട് എന്നും കിടന്ന് കുതുകാലി വെട്ടും ബഹളമായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇവന്മാർ രണ്ടുമല്ലാതെ ഒരാൾ വരുന്നതാണ്. പക്ഷേ പുള്ളി ഇച്ചിരൂടെ സീനിയറാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഏറ്റവും ഒരു പടുകളവനെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയാൽ പോലെ. സീനിയോറിറ്റിയിൽ എന്ത് കാര്യമായിരിക്കും? നമ്മളിപ്പോ ഒരു ഓഫീസിന്റെ ഒരു CEO എടുക്കണം,
അതിനകത്ത് ഏറ്റവും ഒരു മുതുക്കിനെ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അല്ല, കാര്യപ്രാപ്തി ഉണ്ടാവണം, ആ പക്വത ഉണ്ടാവണം, സീനിയോറിറ്റി ഒരു ഘടകം മാത്രം. അതെ, അല്ല പുള്ളി ഭരണം ആഭ്യന്തരമന്ത്രി തൊട്ട് എല്ലാ ലെവലിലും കേന്ദ്രത്തിലും മന്ത്രിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. പ്രശ്നങ്ങൾ വലിയ ഉണ്ടായിട്ടില്ല. ഇവന്മാർ തമ്മിൽ എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും തോണ്ടിയും പിള്ളേർ കളിക്കുന്ന പോലെ ബഹളം വെച്ചോണ്ടിരിക്കും. അല്ല, ഇവൻ മന്ത്രി ആയില്ലെങ്കിൽ പ്രശ്നമില്ല. ഏതാ ഇവൻ വി.ഡി. സതീശൻ അതാ പറഞ്ഞേ, മന്ത്രി ആയില്ലെന്നുണ്ടല്ലോ ഒന്നേള് ഈ പറഞ്ഞ സ്വയം ആ ശല്യവും ഒഴിയും. അല്ലെങ്കിൽ അതിനകത്ത് രമേശ് ചെന്നിത്തല ആക്കിയാൽ രമേശ് ചെന്നിത്തല ആക്കിയതിന് രമേശ് ചെന്നിത്തല തോട്ടിക്കൊണ്ടിരിക്കും. കെ സി ആണെങ്കിൽ കെ സിക്കെട്ട് അതുപോലെ ചൊറിയാൻ നിൽക്കത്തില്ല. സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ആക്കണമെന്നോ? ആക്കറന്ന് ഞാനൊരു കോൺഗ്രസ്സുകാരനാ 50 കൊല്ലമായിട്ട്. അവനെ മുഖ്യമന്ത്രി ആക്കിയ പിണറായിയുടെ അപ്പുറം. അതുകൊണ്ട് അവനെ മുഖ്യമന്ത്രി ആക്കറെന്ന് പറയാൻ വേണ്ടി. ഖത്തറിന്ന് വിളിക്കണതേ, നിങ്ങളെ ന്യൂസ് കണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മളെ അഭിപ്രായം. അപ്പൊ നമ്മ ഖത്തറിന്ന് വിളിക്കുന്നത്, അപ്പൊ സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് നമ്മളെ അഭിപ്രായം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.